നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഗവർണർ സി.വി. ആനന്ദബോസ് രാജിവെച്ചതോടെ ഭരണഘടനാപരമായ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും വീണ്ടും ചൂടുപിടിക്കുകയാണ്. 2022 നവംബർ മുതൽ ഏകദേശം 3.5 വർഷത്തോളം ഗവർണർ പദവി വഹിച്ചിരുന്ന അദ്ദേഹം രാജി സമർപ്പിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കോട്ടയം മണ്ണാനം സ്വദേശിയായ ഈ മുൻ IAS ഉദ്യോഗസ്ഥന്റെ പടിയിറക്കം ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. രാജിക്കത്തിൽ പ്രത്യേക കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഗവർണർ പദവിയിൽ മതിയായ സമയം ചിലവഴിച്ചുവെന്നാണ് അദ്ദേഹം വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിശദീകരണം പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഗവർണർ സ്ഥാനം ഒഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എന്നത് ശ്രദ്ധേയമാണ്. അതിനാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. ഗവർണർ സ്ഥാനകാലയളവിൽ മമതാ ബാനർജി നയിക്കുന്ന സംസ്ഥാന സർക്കാരുമായുള്ള ഭരണഘടനാപരമായ തർക്കങ്ങൾ പലതവണ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ബിൽ അംഗീകരിക്കൽ, സർവകലാശാലകളിലെ ചാൻസലർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജി കൂടുതൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്നത്. സി.വി. ആനന്ദബോസിന്റെ രാജിയെ തുടർന്ന് നിലവിലെ തമിഴ്നാട് ഗവർണറായ RN രവിയെ പശ്ചിമബംഗാളിന്റെ പുതിയ ഗവർണറായി നിയമിച്ചതും ശ്രദ്ധേയമാണ്. ഇതിനകം തന്നെ തമിഴ്നാട് സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം RN രവി ദേശീയ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം നേടിയ വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ബംഗാൾ നിയമനം സംസ്ഥാന കേന്ദ്രബന്ധത്തിൽ പുതിയ ഘട്ടത്തിന് തുടക്കമാകുമോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിക്കുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണറുടെ രാജിയെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് വിശേഷിപ്പിച്ചു. കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കുകയായിരുന്നു എന്ന ആരോപണവും അവർ ഉന്നയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഔദ്യോഗിക മറുപടി നൽകിയിട്ടില്ല. ഇതോടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ കേന്ദ്ര-സംസ്ഥാന ബന്ധം വീണ്ടും ചർച്ചാവിഷയമായി. ഗവർണർ സ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ പങ്ക് ഇന്ത്യയിൽ പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇത് ശക്തമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനാൽ ആനന്ദബോസിന്റെ രാജി ഒരു വ്യക്തിഗത തീരുമാനം മാത്രമാണോ അതോ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണോ എന്ന ചർച്ച തുടരുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ ആനന്ദബോസ് തന്റെ സേവനകാലത്ത് ഭരണപരമായ കർശന നിലപാടുകൾ സ്വീകരിച്ച വ്യക്തി എന്ന പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരമായ ശൈലി ചിലപ്പോഴൊക്കെ സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതായും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അദ്ദേഹം രാജിവെക്കാനുള്ള വ്യക്തമായ കാരണം വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ അനുമാനങ്ങൾക്കാണ് ഇപ്പോൾ വേദിയൊരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗവർണർ പദവിയിലുണ്ടായ ഈ മാറ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ എങ്ങനെ സ്വാധീനിക്കും എന്ന ചോദ്യവും ഉയരുന്നു. ഭരണഘടനാപരമായ അധികാരങ്ങൾ, നിയമസഭാ സമ്മേളനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ ഘട്ടങ്ങളിൽ ഗവർണറുടെ പങ്ക് നിർണായകമാണ്. പുതിയ ഗവർണറുടെ പ്രവർത്തനശൈലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തുവിധം പ്രതിഫലിക്കുമെന്നത് ശ്രദ്ധിക്കപ്പെടും. ഒടുവിൽ സി.വി. ആനന്ദബോസിന്റെ രാജി പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘട്ടമായി വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടായ ഈ പടിയിറക്കം സംസ്ഥാന കേന്ദ്രബന്ധം, ഭരണഘടനാപരമായ അധികാരപരിധികൾ, രാഷ്ട്രീയ ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളെ വീണ്ടും ദേശീയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ സംഭവവികാസങ്ങൾക്ക് രാഷ്ട്രീയ വേദിയിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ രാജ്യത്തെ ശ്രദ്ധ ആകർഷിക്കാനിടയുണ്ട്.